ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉപ്പുവിളക്ക് എങ്ങനെ തെളിയിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പല പല രീതികളിൽ ഈ ഉപ്പുവിളക്ക് തെളിയിക്കാം. ഇന്ന് പക്ഷേ ഞാൻ പറയുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെ തെളിയിക്കാം, എന്നാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു രീതിയെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഉപ്പുവിളക്ക് നമ്മൾ വീടുകളിൽ തെളിയിക്കുന്നത്? നമ്മുടെ വീടുകളിലൊക്കെ ഒരു നെഗറ്റീവ് ഊർജം ഉണ്ടാകാം. ആ നെഗറ്റീവ് ഊർജത്തെ പുറത്തു കളഞ്ഞ് അതിനു പകരം പോസിറ്റീവായിട്ടുള്ള ഊർജം നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉപ്പുവിളക്ക് തെളിയിക്കുന്നത്. ചില വീടുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഓടിപ്പോകാൻ തോന്നും. ചില മനുഷ്യരെ കണ്ടാലും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് അവരുടെ അടുത്തു നിന്നും മാറിപ്പോകാനായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ചിലരുടെ അടുത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവരോട് നമുക്ക് ഒരുപാട് സ്നേഹം തോന്നുകയും ബഹുമാനം തോന്നുകയും അവരോട് ഒരുപാട് സമയം സംസാരിച്ചു കൊണ്ടിരിക്കാനും ഒക്കെ തോന്നും. ചില വീടുകളിൽ ചെന്നാലും അങ്ങനെ തന്നെയാണ്. എപ്പോഴും അങ്ങോട്ടേക്ക് പോകണം എന്ന ഒരു തോന്നൽ നമുക്കുണ്ടാകും. കാരണം എന്താണ്? ആ വീടിന് അല്ലെങ്കിൽ ആ വ്യക്തിക്കൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഉണ്ടാകാം. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ആ പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും. അതോടുകൂടി നമുക്ക് മാനസികമായും സാമ്പത്തികമായിട്ടുമുള്ള അഭിവൃദ്ധി ഉണ്ടാകും. ഒരു വീട്ടിൽ ദാരിദ്ര്യമാണ്, കടം കാരണം ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ എപ്പോഴും ഒരു സുഖക്കുറവായിരിക്കും, എപ്പോഴും ഒരു മ്ലാനതയായിരിക്കും. അതുപോലെ അസുഖം വന്നിരിക്കുന്ന മനുഷ്യരാണെങ്കിലും, ഒരു വീട്ടിൽ തീരെ വയ്യാത്ത ഒരു രോഗി ഉണ്ടെങ്കിൽ എപ്പോഴും ആ വീടിനൊരു മ്ലാനതയായിരിക്കും, ഒരു ദുഃഖമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി സാമ്പത്തികമായി നമുക്ക് നല്ല ഒരു അഭിവൃദ്ധി ഉണ്ടാക്കി തരികയും അതുപോലെ തന്നെ മാനസികമായും ശാരീരികമായിട്ടുമൊക്കെയുള്ള എല്ലാ കരുത്തുകളും തന്ന് നമുക്കൊരു പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കാനായിട്ട് പറ്റുന്നതിന് ഏറ്റവും ഫലപ്രദമായ മാർഗം എന്ന് പറയുന്നത് ദീപം തെളിയിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഉപ്പുദീപം തെളിയിച്ചു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ശക്തികളെല്ലാം തന്നെ അവിടെ നിന്നും മാറിപ്പോവുകയും ചെയ്യും. അപ്പൊ എങ്ങനെയാണ് ഈ ഉപ്പുദീപം തെളിയിക്കേണ്ടത്? പല രീതിയിൽ തെളിയിക്കാം, എങ്കിലും ഞാൻ ഇന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു രീതിയാണ്. ഈ ഉപ്പുദീപം തെളിയിക്കേണ്ടത് സന്ധ്യാസമയത്താണ്. അക്കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. സന്ധ്യാസമയത്താണ് ഈ ഉപ്പുദീപം തെളിയിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എവിടെ ഇരുന്നാണോ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ആ പ്രദേശം നന്നായി തൂത്ത് തുടച്ച് വൃത്തിയാക്കി തളിക്കുക. അല്പം ജലം ഉപയോഗിച്ചിട്ട് ഒന്ന് തളിക്കുക. അതിനുശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയ നിലവിളക്ക്, ആ നിലവിളക്കിൽ 5 തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുക. നിലവിളക്ക് തെളിയിക്കാനായിട്ട് ശുദ്ധമായ എള്ളെണ്ണ ശുദ്ധമായിട്ട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി. പക്ഷെ കടയിൽ നിന്നും മേടിക്കുന്ന ഈ വിളക്കെണ്ണ എന്ന് പറഞ്ഞ് കിട്ടുന്ന ആ സാധനം യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ നല്ലെണ്ണ എന്ന് പറഞ്ഞ് കിട്ടുന്നതും ശ്രദ്ധിക്കണം, ശരിയായ നല്ലെണ്ണയാണോ എന്നുള്ളത്. കാരണം നല്ലെണ്ണയ്ക്ക് ഇപ്പോൾ നല്ല വിലയാണ്. അതുകൊണ്ട് വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഏറ്റവും നല്ലതാണ് വിളക്ക് തെളിയിക്കാനായിട്ട്. അങ്ങനെ ശുദ്ധമായ എണ്ണ ഉപയോഗിച്ചിട്ട് ഈ നിലവിളക്ക് തെളിയിക്കുക. 5 തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുക. അതാണ് ചെയ്യേണ്ടത്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്, ഒരു തളിക അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ഇലക്കഷ്ണമായാലും മതി, എന്തെങ്കിലും എടുക്കുക. അതിൻ്റെ മുകളിലേക്ക് 3 മൺചിരാതുകൾ വെക്കുക. ഈ 3 മൺചിരാതുകൾ വെക്കുമ്പോൾ 2 എണ്ണം തിരിയിടുമ്പോൾ കിഴക്കോട്ട് തിരിയിടുന്ന രീതിയിലും 3ാമത്തേത് പടിഞ്ഞാട്ട് തിരിയിടുന്ന രീതിയിലും വെക്കുക. പക്ഷെ ഈ 3 എണ്ണവും അതിൻ്റെ ആ പുറകുഭാഗം ഇങ്ങനെ ചേർന്നിരിക്കണം. അതായത് 3 ഇതളുള്ള ഒരു പൂ പോലെ. ഒരു പൂവിന് 3 ഇതളാണെങ്കിൽ ആ 3 ഇതളും ഇങ്ങനെ ചേർന്നിരിക്കുമല്ലോ, അതുപോലെ ചേർന്നിരിക്കുന്ന രീതിയിൽ നമ്മൾ ഈ 3 മൺചിരാതും അതിൻ്റെ പുറകുഭാഗം മുട്ടിയിരിക്കുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് 2 മൺചിരാതിലും കിഴക്കോട്ട് തിരിയിടുക. 3ാമത്തെ മൺചിരാതിൽ പടിഞ്ഞാട്ട് തിരിയിടുക. അതായത് അത് ഒറ്റയായിട്ടിരിക്കണം. മറ്റേത് 2 എണ്ണം കിഴക്കോട്ട് തിരിയിടുന്ന രീതിയിൽ തന്നെ അങ്ങനെ കിഴക്കോട്ട് അതിൻ്റെ മുൻഭാഗം വരത്തക്ക രീതിയിലും വെക്കുക. 3ാമത്തേത് ഈ 2 കിഴക്കോട്ടിരിക്കുന്ന 2 എണ്ണത്തിലും മുട്ടി പടിഞ്ഞാട്ട് തിരിയിടുന്ന രീതിയിൽ
അങ്ങനെ വെക്കുക. അതായത് 3 മൺചിരാതും ചേർന്നിരിക്കണം, മുട്ടിയിരിക്കണം. 2 കിഴക്കോട്ടും അടുത്തത് പടിഞ്ഞാട്ടും തിരിയിടുന്ന രീതിയിലായിരിക്കണം ഇരിക്കേണ്ടത്. ആ 3 മൺചിരാതിലും എണ്ണ ഒഴിക്കുക, ശുദ്ധമായ എണ്ണ ഉപയോഗിക്കുക. അതിനുശേഷം ആ എണ്ണയ്ക്കകത്തേക്ക് ഓരോ നുള്ള ഉപ്പിടുക. ഉപ്പ് എങ്ങനെയുള്ള ഉപ്പായിരിക്കണം? കല്ലുപ്പായിരിക്കണം. ഈ കല്ലുപ്പ് മേടിച്ചിട്ട് ഒരു പാത്രത്തിലാക്കി അത് പൂജാമുറിയിൽ തന്നെ വെക്കുക. വീട്ടിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രത്തിൽ നിന്നും എടുത്തുകൊണ്ട് വരുന്നതാകരുത്. ഇതിനു വേണ്ടി മാത്രമായിട്ട് മേടിച്ച് പൂജാമുറിയിൽ വെക്കുക. ഓരോന്നുള്ള കല്ലുപ്പ് ഈ 3 എണ്ണയ്ക്കകത്തേക്കും, മൺചിരാതിലെ എണ്ണയ്ക്കകത്തേക്കും ഇടുക. എന്നിട്ട് ദീപം തെളിയിക്കുക. 3ാമത്തെ മൺചിരാതിൽ, അതായത് പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന മൺചിരാതിൽ, അതിനകത്തേക്ക് ഒരു നുള്ള് മഞ്ഞപ്പൊടി കൂടി ചേർക്കുക. ആദ്യത്തെ 2 എണ്ണത്തിൽ, അതായത് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന മൺചിരാതിൽ ഉപ്പ് മാത്രം ഇട്ടാൽ മതി. പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്ന മൺചിരാതിൽ ഒന്നുകിൽ നിങ്ങൾ ഒരു നുള്ളുപ്പിടുക, അല്ലെങ്കിൽ അതിനകത്തേക്ക് നമ്മൾ ഇട്ട തിരി അത് മഞ്ഞൾ മുക്കി ഉണക്കിയ തിരിയായിരിക്കണം. അതായത് മഞ്ഞപ്പൊടിയുടെ ഒരു ഗന്ധം കൂടി ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾ തിരി തെറുത്തു വെക്കുമ്പോൾ ആ തിരി മഞ്ഞളിന്റെ പൊടിക്കകത്ത് മുക്കി ഉണക്കിയ തിരിയായിരിക്കണം. മഞ്ഞ നിറത്തിലുള്ള, അതായത് മഞ്ഞപ്പൊടി കൊണ്ട് നിറമുണ്ടാക്കിയ തിരി ആയിരിക്കണം. അല്ലാതെ മഞ്ഞ കളറിലുള്ള തുണി മേടിച്ചിട്ട് തിരി തെറുത്തിടുക എന്നുള്ളതല്ല. മഞ്ഞളിന്റെ പൊടിയിൽ മുക്കി ഉണക്കി വെച്ച തിരിയായിരിക്കണം. അല്ലെങ്കിൽ ആ എണ്ണയ്ക്കകത്തേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. പക്ഷെ ഈ മഞ്ഞൾപ്പൊടിയും നമ്മൾ മഞ്ഞൾ മേടിച്ച് പൊടിച്ച് ഉണ്ടാക്കിയ മഞ്ഞൾപ്പൊടി ആയിരിക്കണം. അല്ലെങ്കിൽ മഞ്ഞൾ കൃത്യമായി പൊടിച്ചു തരുന്ന കടയിൽ നിന്നും മേടിക്കുന്ന മഞ്ഞൾപ്പൊടി ആയിരിക്കണം. അതായത് വിശ്വാസമുള്ളതായിരിക്കണം. പാക്കറ്റിൽ കിട്ടുന്ന നമുക്ക് വിശ്വാസമില്ലാത്ത മഞ്ഞൾപ്പൊടി ആകരുത് എന്നർത്ഥം. ഇതും പിന്നീട് അടുക്കളയിലേക്ക് കൊണ്ടുപോകരുത്. പൂജാമുറിയിൽ തന്നെ വിളക്ക് തെളിയിക്കുന്ന ഭാഗത്ത് തന്നെ വെക്കണം. ആദ്യം നിലവിളക്ക്, പിന്നീട് ഈ 3 മൺചിരാതുകൾ ഇതേ രീതിയിൽ തെളിയിക്കണം. തെളിയിച്ചതിനു ശേഷം ആദ്യം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം. പിന്നീട് നമ്മുടെ കുടുംബദേവതയെ പ്രാർത്ഥിക്കണം. പിന്നീട് മുരുകദേവനെ പ്രാർത്ഥിക്കണം. അതിനുശേഷം മഹാലക്ഷ്മിയെയും മഹാവിഷ്ണുവിനെയും, പിന്നീട് നമ്മൾ എന്തൊക്കെ നാമങ്ങൾ ജപിക്കുന്നുണ്ടോ ആ നാമങ്ങളൊക്കെ ജപിക്കണം. ആ സമയത്ത് നമ്മൾ ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ മനസ്സിലങ്ങനെ നമ്മുടെ ആ ബുദ്ധിമുട്ട് മാറിയതായിട്ട് സങ്കല്പിച്ചിട്ട് വേണം നമ്മൾ ജപിക്കാനായിട്ട്. അല്ലാതെ ഒരു നിരാശാബോധത്തിൽ ഇരുന്നു കൊണ്ട് യാതൊരു കാരണവശാലും ജപിക്കുവാൻ പാടുള്ളതല്ല. ആദ്യമൊക്കെ ജപിക്കുമ്പോൾ നിങ്ങൾക്കൊരു സങ്കടവും വിഷമവും, ഇത് സാധിക്കുമോ, മാറുമോ, ഇത് ശരിയാകുമോ എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടാകും. സാരമില്ല, പിന്നീട് അത് ശരിയായി നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞു വരും. വിശ്വസിച്ചിട്ട് എൻ്റെ പ്രശ്നങ്ങൾ മാറി, അങ്ങനെ ഒരു നിമിഷം വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ പ്രശ്നം ആ പ്രശ്നം മാറിയതായിട്ട് ഒരു നിമിഷം കണ്ണടച്ചിരുന്ന് മാറിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും, ആ ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നിട്ട് അങ്ങനെ മനഃപൂർവ്വം നമ്മുടെ മനസ്സിനെ അങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, ജപിക്കുക, നാമം ജപിക്കുക. അതിനുശേഷം ഭഗവാനെ, എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ അവിടുത്തെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21 ദിവസം ചെയ്യണം. ഇപ്പൊ പീരീഡ്സ് ഒക്കെ ആയിരിക്കുന്ന ആളുകൾ പീരീഡ്സ് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസം മുതൽ അടുപ്പിച്ചങ്ങ് ചെയ്തു കൊള്ളുക. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, വേറെ എവിടെയെങ്കിലും ആയിപ്പോയി സമയത്ത് എത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചെയ്യാനായിട്ട് പറയുക. ആ ദീപം അവിടെ തെളിഞ്ഞിരുന്നോട്ടെ. പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ ചെയ്താലും മതി, പക്ഷെ ആ ദീപം അവിടെ തെളിഞ്ഞിരുന്നോട്ടെ. അങ്ങനെ കണ്ടിന്യൂസ് 21 ദിവസം ചെയ്യുക. ഏതെങ്കിലും സാഹചര്യത്തിൽ മുടങ്ങിപ്പോയാൽ വീണ്ടും ആവർത്തിക്കുക. ഇപ്പൊ ഒരു ദിവസമൊക്കെയാണ്, അല്ലെങ്കിൽ 2 ദിവസം മുടങ്ങിപ്പോയാലും വലിയ പ്രശ്നം വരുന്നില്ല. എങ്കിലും മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും ഒന്നേന്ന് ആവർത്തിച്ചു ചെയ്യുന്നതാണ് നല്ലത്.
അങ്ങനെ ഒരു 21 ദിവസം ആകുമ്പോഴേക്കും തന്നെ ചെറിയ ചെറിയ ഒരു വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകാനുള്ള ചില വഴികൾ നമുക്ക് തന്നെ തുറന്നു കിട്ടുകയും നമുക്ക് തന്നെ ചില ഉത്തരങ്ങൾ കിട്ടുകയും ചെയ്യും. ഞാനൊരു 21 ദിവസം കത്തിച്ചു, പക്ഷെ എനിക്ക് ഒരു പ്രയോജനവും വന്നില്ല എന്ന് കരുതി നിരാശപ്പെടരുത്. കാരണം 21 ദിവസം ഉപ്പുദീപം തെളിയിച്ചിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ചിന്തിക്കുക, വലിയ കഠിനമായ ദോഷത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. എങ്ങനെയും ഞാൻ എൻ്റെ ദോഷങ്ങൾ മാറ്റിയെടുക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട്, അങ്ങനെ ഒരു ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ തെളിയിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുക തന്നെ ചെയ്യും. കാരണം ഈ നെഗറ്റീവ് എനർജി പലപ്പോഴും നമ്മളെ നിരാശപ്പെടുത്തും. കാരണം പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരാൻ ഇത് സമ്മതിക്കത്തില്ല. എപ്പോഴും അങ്ങനെയാണില്ലേ? ചീത്ത കാര്യങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. എന്നാൽ നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് വരാൻ വളരെ താമസമാണ്. ദോഷമുണ്ടാകാൻ വളരെ എളുപ്പമാണ്, ഭാഗ്യമുണ്ടാകാൻ വളരെ പാടാണ്. നാമം ജപിക്കാൻ 10 മിനിറ്റ് ഇരുന്ന് നാമം ജപിക്കുവാൻ നമുക്ക് വളരെ മടിയാണ്. എന്നാൽ മണിക്കൂറുകളോളം നമ്മൾ യൂട്യൂബിൽ നോക്കിയിരുന്ന് മറ്റുള്ളവരുടെ കുറ്റവും കുറവും ഒക്കെ പറയുന്ന വീഡിയോകൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കും. ആ സമയത്ത് നമുക്ക് കൈയും കഴക്കില്ല, കാലും കഴക്കില്ല, തലവേദന എടുക്കില്ല, ഉറക്കവും വരില്ല. എന്നാൽ 10 മിനിറ്റ് നാമം ജപിക്കുവാൻ നാമപുസ്തകം കയ്യിലെടുക്കുന്ന നിമിഷം മുതൽ കൈയും കഴയ്ക്കും, കാലും കഴയ്ക്കും, ഉറക്കവും വരും. മടിയാണെങ്കിൽ പറയുകയേ വേണ്ട. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? കാരണം അവിടെ നെഗറ്റീവ് എനർജികളുടെ കളിയാണ്. കാരണം നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരാൻ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് അത് നമ്മളിലേക്ക് ആകർഷിക്കും. എന്നാൽ നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള എനർജികൾ നമ്മളിലേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇനി അഥവാ വരുത്താൻ ശ്രമിച്ചാലും ഈ നെഗറ്റീവ് എനർജികൾ അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നാമം ജപിച്ചു തുടങ്ങുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് നമ്മൾ അതിനെ തോൽപ്പിക്കണം. എന്തു വന്നാലും എന്നിൽ ബാധിച്ചിരിക്കുന്ന ഈ ചീത്ത കാര്യങ്ങൾ, ഈ ചീത്ത ഗുണങ്ങൾ ഞാൻ ഒഴിവാക്കുക തന്നെ ചെയ്യും എന്ന ദൃഢമായ നിശ്ചയത്തോടു കൂടി നമ്മൾ അതിനെ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾ ഓടിപ്പോയിട്ട് ഭാഗ്യം നമ്മളെ തേടി വരിക തന്നെ ചെയ്യും. കാരണം നിർഭാഗ്യം അത് നമ്മളിലേക്ക് എത്താൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നാൽ ഭാഗ്യം അത്ര പെട്ടെന്നൊന്നും എത്തത്തില്ല. അഥവാ ഭാഗ്യം വരാൻ തയ്യാറെടുത്തിരിക്കുന്നു എങ്കിൽ പോലും ഈ നിർഭാഗ്യം അതിനെ ഓടിച്ചു വിടും. അതുകൊണ്ട് നമ്മൾ തന്നെ ദൃഢനിശ്ചയത്തോടു കൂടി നിർഭാഗ്യം എനിക്ക് വേണ്ട, ഭാഗ്യം മതി എന്ന് ചിന്തിച്ചുകൊണ്ട് കുറേശ്ശെ നാമം ജപിക്കുകയും ഈ ഉപ്പുദീപം എല്ലാ ദിവസവും തെളിയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രകടമായ മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും. നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങളുടെ മനോഭാവത്തിലും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് കഴിയുന്നതും എല്ലാവരും എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ ഉപ്പുദീപം തെളിയിച്ചു കൊള്ളുക. പല രീതിയിൽ തെളിയിക്കാം, പക്ഷെ ഇത് വളരെ ലളിതമായ മാർഗമാണ്. ഈ മാർഗത്തിൽ, ഈ രീതിയിൽ തെളിയിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന് ഒരു റിസൾട്ട് ഉണ്ടാവുകയും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. എല്ലാ ദിവസവും അങ്ങനെ തെളിയിച്ചു കൊള്ളുക. അശുദ്ധിയുള്ള ആളുകള് 7 ദിവസം അവര് ഇത് ചെയ്യരുത്. അല്ലാത്ത എല്ലാ മനുഷ്യരും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും വലിയ മാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. എല്ലാവർക്കും നന്നായി ഉപ്പുദീപം എങ്ങനെ തെളിയിക്കണം, വളരെ എളുപ്പത്തിൽ ഉപ്പുദീപം എങ്ങനെ തെളിയിക്കണമെന്ന് മനസ്സിലായി കാണും. ഇനി മറ്റു രീതിയിൽ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവര് അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു കൊള്ളുക. ഇതുവരെ തെളിയിച്ചിട്ടില്ലാത്ത ആളുകള് ഈ രീതിയിൽ ചെയ്തു കൊള്ളുക. കടം മാറാനും സാമ്പത്തിക അഭിവൃദ്ധിക്കും ഏറ്റവും ഉത്തമമായ ദീപമാണ് ഉപ്പുദീപം. തെളിയിച്ചു കൊള്ളുക.
വിശ്വാസപൂർവം തെളിയിച്ചു കൊള്ളുക, പ്രാർത്ഥിച്ചു കൊള്ളുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.